പൈതൃക ഗുരുവായൂരിന്റെ ഗുരുവായൂർ പെരുമ എല്ലാ വ്യാഴാഴ്ചകളിലും 4 മണിക്ക് പൈതൃക മന്ദിരത്തിൽ നടക്കുന്ന ഗുരുവായൂർ പെരുമ ആരംഭിക്കുകയാണ്. അപ്പൊ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പങ്കെടുക്കുന്നത് നമുക്ക് നേതൃത്വം നൽകുന്നത് ഗുരുവായൂർ ദേവസ്ഥയിൽ റിട്ടയർ ചെയ്ത ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ ആർ നാരായണൻ എന്ന ഗുരുസ്വാമിയാണ്. പ്രത്യേകം പരിചയപ്പെടുത്തേണ്ടതില്ല. പിന്നെ ഇന്ന് നമുക്ക് കാര്യങ്ങൾ പറയാം. ഒരുപാട് കൊല്ലം ഗുരുവായൂരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഓട്ടംതുള്ളൽ കലാകാരൻ മാത്രമല്ല പോലീസ് സർവീസ് SI ആയി വിരമിച്ച ഉദ്യോഗസ്ഥൻ കൂടിയാണ്. അപ്പോൾ കുറേ വിവരങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ലഭിക്കാനുണ്ട്. ഗുരുവായൂരിനെ സംബന്ധിച്ചിട്ട് നല്ലതും മോശമായതൊക്കെ അറിയാവുന്ന ഒരാളാണ് പോലീസ് വിഭാഗത്തിലായതുകൊണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് 10-30 കൊല്ലം മിനിമം ഉണ്ടാവും. ഏതായാലും തുടങ്ങി വെക്കുന്നതിന് ഇതിന് നേതൃത്വം നൽകിയാണ് ഗുരുസ്വാമി സ്നേഹ പ്രമോഷൻ. ഗുരുവായൂരിന്റെ പെരുമളയെ കുറിച്ച് നമുക്ക് ധാരാളം സംസാരിക്കാറുണ്ട്. അതിൻ്റെ ഒരു പ്രധാന ഭാഗം തന്നെയാണ് ഇവിടുത്തെ ഈ പോലീസ് സേന. ഗുരുവായൂരുമായി ഒരുപാട് കാലത്തെ സേവനം, അവരുടെ സേവനം ഇല്ലെങ്കിൽ ഇന്നത്തെ ഈ വരുന്ന അയ്യപ്പന്മാരെ തിരക്കവും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അവരുടെ സേവനം വളരെ വിലപ്പെട്ടതാണ്. അങ്ങനെ ആ സേനയിൽ ഒരുപാട് കാലം വർക്ക് ചെയ്തിട്ടുള്ള അനുഭവത്തുള്ള ഒരാളാണ്. അദ്ദേഹത്തെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് ഞാനിവിടെ ദേവസ്ഥയിൽ ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്ററായിരിക്കുന്ന കാലത്ത് ദേവസ്വത്തിൻ്റെ ഒരു കീഴടം ക്ഷേത്രമുണ്ട് പെരുവല്ലൂര്. അവിടെ ഒരു ദിവസം പുലർച്ചെ 5:30 മണിയാകുമ്പോൾ എനിക്കൊരു ഫോൺ വരികയാണ്. അവിടെ ഒരു കള്ളൻ കയറി. ആ കള്ളനെ പിടിച്ചു. എന്തായാലും സംഭവിച്ചാൽ അത് വളരെ വിശേഷപ്പെട്ട വിഷ്ണു ക്ഷേത്രമാണത്. ദേവസ്വത്തിൻ്റെ കീഴിലാണ്. അതിന് നല്ല ശക്തിയുള്ള ക്ഷേത്രമാണ്. പക്ഷെ ആ കണ്ടാൽ നമുക്കൊരു ഇത് തോന്നില്ല. അവിടെ ഒരു കള്ളൻ കയറി രാത്രി ഒരു 12 മണിയാകുമ്പോൾ അയാളെ മോഷണമൊക്കെ കഴിഞ്ഞ് ഭണ്ണാരൊക്കെ വിളിച്ച് തുറന്ന് പൈസയൊക്കെ എടുത്ത് അയാൾ പോകാൻ നിൽക്കുമ്പോൾ സെക്കൻഡ് ഷോ സിനിമ വിട്ടിട്ട് ആൾക്കാരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അയാൾക്ക് തോന്നി ഇപ്പം എപ്പോൾ ഇറങ്ങിയാൽ ചിലപ്പോൾ അത് അപകടവും, അതുകൊണ്ട് അവർ തിരക്ക് കഴിഞ്ഞോട്ടെ എന്നിട്ട് പോവാം എന്നിട്ട് ഇയാൾ വാതിൽമാടത്തിൽ അവിടെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാളൊന്ന് കിടന്ന് അങ്ങനെ ഉറങ്ങിപ്പോയി. രാവിലെ ശാന്തികാരം വരുമ്പോഴാണ് ഇയാൾ ഉണർന്നു നോക്കിയപ്പോൾ. അപ്പോൾ അത് ഒരു തന്നെയാവും. എന്തായാലും കള്ളനെ ഇയാളെ അവിടെ പിടിച്ചപ്പം ഇയാൾ ഒരു തസ്കരനാണ് മനസ്സിലായി. അങ്ങനെ അവരുടെ കാര്യം കൂടി തേക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി. എന്നിട്ട് എനിക്ക് വിളിച്ചു പറഞ്ഞു. ഞാൻ ഇൻസ്പെക്ടറും ഞങ്ങളുടെ ദേവസ്വം ഇൻസ്പെക്ടറുള്ളവരെ കൂടി അവിടെ ചെന്നു. അമ്പലത്തിൽ ചെന്ന് ആദ്യം മിനിസ്റ്റർ പറഞ്ഞു ഇങ്ങനെയാണ് പോലീസ് സ്റ്റേഷനിൽ ആളെങ്ങനെയാണ്. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ സ്വീകരിച്ചത് അവിടുത്തെ ആ സ്റ്റേഷനിൽ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് കയ്യോടെ 20 മുതൽ പിടിച്ചു. പക്ഷെ അവർ നേരിട്ട് തരാൻ പാടില്ല, അവർക്ക് കോടതിയിൽ ഹാജരാക്കണം. അതിൽ ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയാണ് അദ്ദേഹം അവിടെ അന്ന് സഹായിച്ചു. അതിൻ്റെ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ പറഞ്ഞ്. പക്ഷെ ഭഗവാന്റെ ഒരു പൈസ പോലും പോയില്ല. അത് പോലീസിൻ്റെ നല്ലൊരു സേവനം അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പിന്നീട് പിന്നെ ഓട്ടംതുള്ളൽ രംഗത്ത് ഇന്ന് ലോകം അറിയപ്പെടുന്ന ഒരു കലാകാരനാണ്. അദ്ദേഹത്തിൻ്റെ അപ്പം യുവജനോത്സവം നടക്കുകയാണ്. വളരെ തിരക്ക് പിടിച്ച സമയമാണ്. അനവധി കുട്ടികളെ, ആയിരക്കണക്കിന് കുട്ടികളെ വേദിയിലെത്തി 1ാം സമ്മാനം വാങ്ങി, സ്റ്റേറ്റിലൊക്കെ 1ാം സമ്മാനം വാങ്ങി പരിചയമുള്ള അതിൻ്റെ എല്ലാ മാത്രമല്ല അദ്ദേഹം ഈ ഓട്ടംതുള്ളൽ കൊള്ളാത്തൊരു ക്ഷേത്രം നമ്മുടെ അടുത്തൊന്നും ഉണ്ടാകും വരുന്നത്. ഒരു എല്ലാ കലകളും ഇന്നിപ്പോൾ കലാമണ്ഡലമൊക്കെ ഉണ്ടെങ്കിലും അതിലൊക്കെ കലാകാരന്മാർ അതിനേക്കാളൊക്കെ എത്രയോ ഉപരി കലാമണ്ഡലം തന്നെ അദ്ദേഹത്തിനെ ആദരിച്ചിട്ടുണ്ട്. അത്രയും ആ ഓട്ടംതുള്ളൽ രംഗത്ത് അറിയപ്പെടുന്ന ഒരു കലാകാരനാണ്. മാത്രമല്ല ആ ഒരു കലയുണ്ട് അദ്ദേഹം ഡിപ്പാർട്ട്മെന്റിലും ഇതുപോലെ വളരെ എല്ലാ ഓഫീസേഴ്സിനുമായിട്ട് വളരെ ഇതായി അവർക്കൊക്കെ ബഹുമാന്യനായ ഒരാളായി. അങ്ങനെയാണ് അദ്ദേഹം നല്ല പേരോടുകൂടി ഡിപ്പാർട്ട്മെന്റ് നടത്തിയത് ഇതൊരാളാണ്. എന്തായാലും അങ്ങനെ ഒരു മനുഷ്യനെ നോക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഇടയിൽ ഒരാൾ തന്നെയാണ് അദ്ദേഹം. എങ്കിലും അദ്ദേഹത്തിന് നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് കുറേ കാര്യങ്ങൾ ചോദിച്ചറിയാണ്ട് നമുക്കതിനു വേണ്ടി കാതോർക്കാം. അദ്ദേഹത്തിനെ ക്ഷണിക്കും. നമസ്കാരം. വളരെ രസകരമായ ഒരു സംഭവം. ഇന്നലെയാണ് രവിയേട്ടൻ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇവിടെ ഇരുന്നത്. അവിടെ നിന്ന് പറയുമ്പോൾ കുറച്ചുകൂടി കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു ആംബിയൻസ് ഇവിടെ നിന്ന് കിട്ടില്ല എന്ന് തോന്നുന്നു. അത്രയും വലിയ സ്വാധീനം വലിയ ഗുരുമുഖത്തുള്ളവരൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് സാഹിബിനെ കാണുമ്പോൾ ആവാത്തമാർക്ക് എന്നുള്ളത് ഒരു സത്യം.
അപ്പൊ ഞാൻ വെറുതെ ഇവിടെ ഇരുന്നപ്പോ ഗുരുസ്വാമി പറഞ്ഞപ്പോ കുറെ കാര്യങ്ങൾ ഇങ്ങനെ നോട്ട് ചെയ്ത് പറഞ്ഞു. ഗുരുസ്വാമിനൊക്കെ ഞാൻ സത്യത്തിൽ ആ ഒരു സംഭവത്തിൽ അദ്ദേഹത്തെ ഒരു ഒഫീഷ്യലായിട്ട് പറഞ്ഞൊരു സംഭവം എന്ന് പറയുന്നത് ഒരു ഒഫീഷ്യലായിട്ട് മാത്രമേ അതിനെ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഗുരുസ്വാമിയിലുള്ള ഗുരുത്വം എന്നുള്ളത് കാണുന്നത് ഞാൻ പിന്നീടാണ്. കാരണം അദ്ദേഹത്തിൽ നിന്ന് തന്നെ തുടങ്ങാം, അതല്ല നന്നാവുക. അനുഭവ ഗുരു എന്ന് പറഞ്ഞ വെച്ചാല് ഞാനിവിടെ എന്റെ ആദ്യത്തെ വരവ് ഗുരുവായൂർക്ക് ഒരു 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഒരു പൂക്കാട്ട് മോട്ടോർ സർവീസ് എന്ന് പറയുന്ന എൻ്റെ ഒരു അച്ഛൻ്റെ ജ്യേഷ്ഠൻ ബസ് സർവീസ് തുടങ്ങി. അപ്പോൾ മണലൂരിൽ നിന്ന് ആദ്യത്തെ ബസ് ഗുരുവായൂർക്ക് വരുമ്പോൾ മണലൂരിൽ തറവാട് ഇവര് മാത്രം ചിരക്കേക്കോടാണ്. അപ്പോൾ എല്ലാവരും റെഡി ആയിക്കോളാം, 7 മണിയുടെ ട്രിപ്പിൽ എല്ലാവരും ഗുരുവായൂർ ഗുരുവായൂർ കാണാത്തവർ അന്ന് കുറേ ഉണ്ട് മണലൂർക്കാർ, ആർക്കും വരാനൊന്നും സാധ്യതയില്ല. ആ ബസ്സിൽ ആദ്യത്തെ ട്രിപ്പില് ഞങ്ങളുടെ തറവാട്ടിലെ കുറെ ആൾക്കാരെ വെച്ചിട്ട് കയറ്റി ഇങ്ങോട്ട് കൊണ്ടുവരിക. തൃശ്ശൂർ ഗുരുവായൂർ കാഞ്ഞാലി പോണ ബസ്. ആ ബസ്സിന് ആ റൂട്ട് അന്ന് മേടിച്ച അദ്ദേഹം ആ ബസ്സിന്റെ മുതലാളിയായിട്ട് കൊണ്ടുപോകണം, ഞങ്ങളെ കൊണ്ടുപോകണം. ആ ഒരു അദ്ദേഹത്തിനുണ്ടല്ലോ അങ്ങോട്ട് ഞാൻ 3ാ പഠിക്കുന്നത്. അത് പറയാനുള്ള കാരണമാണ് അതില്. അപ്പൊ ആദ്യത്തെ ഗുരുവായൂർ യാത്രയെ പറ്റി പറയാണ്. അങ്ങനെ ഇവിടെ വന്ന് ഇറങ്ങി അതെന്ത് ഗുരുവായൂർ തൊഴിലൊന്നും പ്രശ്നം. അവിടെ നല്ല ദോശയുടെ മണങ്ങനെ ദോശ ഞാൻ അതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ. ദോശ കഴിച്ചിട്ടില്ല. ദോശയുടെ മണം മാത്രമേ മനസ്സിൽ ഇങ്ങനെ കുത്തി ഇറങ്ങാണ്. ചെറിയ അമ്പലത്തിൽ അന്നിപ്പോ 3 പഠിക്കുമ്പോ 8 വയസ്സാണ്. അപ്പൊ ഏകദേശം ഒരു 68 പറയണത്. ഒന്നും ഓർമ്മയില്ല, ഒന്നും ഒരു ഭവനും ഓർമ്മയില്ല. ഈ ഒരു ഭാഗത്തെ കിഴക്കേ ഭാഗത്താന്ന് മാത്രമേ ഇപ്പോഴത്തെ ഒരു ശ്രദ്ധയില് ആ ദോശ. അപ്പൊ ദർശനം കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ വക തന്നെ എല്ലാവരും ഒരു ദോശയും ഒന്നും ഊണില്ലെന്ന് ഒറ്റ ദോശ കഴിക്കാൻ. കാരണം ബസ് കറക്റ്റ് ഇവിടുന്ന് സ്റ്റാൻഡിൽ നിന്ന് പോകുമ്പോ കയറി പോണം. ഒരു ദോശ കഴിക്കാനുള്ള സമയം തന്നെയാണ്. അത് ഗുരുവായൂരപ്പനെ തൊഴിലാണെന്നുള്ള അങ്ങനത്തെ ഒരു ഇതൊന്നും മനസ്സിലെത്തിയിട്ടില്ലല്ലോ. ദോശയുടെ മണ്ണടിച്ച് ഒരു ദോശ കഴിച്ചു. ആദ്യത്തെ ദോശയാണ് ഗുരുവായൂരപ്പൻ കഴിച്ചതെന്ന് പറയാണ്. അങ്ങനെ ആ ദോശ കഴിച്ച് ബസ് സ്റ്റാൻഡിൽ ആ ബസ് പോവാണ്. പിന്നെ ആ വലിയച്ഛൻ്റെ ഒക്കെ ചീത്തയില്ല, കാരണം ബസ്സിന് പൈസ എടുത്ത് വേണം പോവാൻ. ആ ബസ് പോയി. ഇപ്പൊ ടൈമിന് എടുത്ത് പോകണം. ആ സമയത്തിനോട്